സോ ഹലോ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വേവ് ഓപ്റ്റിക്സ് എന്ന +2 ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ്. ഓക്കെ, എന്ത് ഡെറിവേഷൻ അല്ലെങ്കിൽ എന്തിന്റെ പ്രൂഫാണ്? ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? സംശയമുണ്ട്, ഡൗട്ട് ഉണ്ട്, ക്ലിയർ ആയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മളത് വീഡിയോ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൈജീൻ പ്രിൻസിപ്പിൾസും വേവ് ഫ്രണ്ടിനെ പറ്റി ഡീറ്റെയിൽ A to Z ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ആ വീഡിയോ കാണുക, അതിനുശേഷം ബാക്കി കണ്ടിന്യൂഷൻ കാണുക. സോ അങ്ങനെയെങ്കിൽ എന്താണ് ഹൈജീൻ പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്കറിയാം. ഓർക്കുന്നുണ്ടല്ലോ, പ്രൈമറി വേവ് ഫ്രണ്ട് എല്ലാ പോയിന്റ്സിനും എന്തുണ്ടാക്കാൻ കഴിവുണ്ട്? സെക്കൻഡറി വേവ്ലെറ്റ്സിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ക്ലിയർ? ഓൾ റൈറ്റ്. എങ്കിൽ ആ ഹൈജീൻ പ്രിൻസിപ്പിൾ 2 ലോസ് ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, അതുപോലെ ലോ ഓഫ് റിഫ്രാക്ഷൻ. സോ ഇതിന്റെ പ്രൂഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 പ്രൂഫാണ് ലോസ് ഓഫ് ഡെറിവേഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഈ 2 കോൺസെപ്റ്റും ആര് പ്രൂവ് ചെയ്യുന്നു അല്ലെ ആര് ഫോളോ ചെയ്യുന്നു എന്നുള്ള പ്രൂഫ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ എന്താണ് ആക്ച്വലി കുഞ്ഞുങ്ങളെ ലോസ് ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും? നമുക്ക് ജസ്റ്റ് അതെന്താണ് എന്ന് എനിക്കറിയാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്ക് അറിയാമെന്ന് എങ്കിലും ജസ്റ്റ് ഒന്നത് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിലേക്ക് കിടക്കാം. ആദ്യം ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് കുഞ്ഞുങ്ങളെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ? അതായത് ഇതാണ് ഈ ഒരു ലൈൻ. എന്താണ് ഇത്? ഇൻസിഡന്റ് റേ ആണ്. സോ ദിസ് ഈസ് ദ ഇൻസിഡന്റ് റേ. ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ റിഫ്ലക്ട് ചെയ്ത് പോയ റേയോ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കും. സോ ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. സോ there is an incident ray and there is a reflected ray അല്ലേ? സോ ഈ ഒരു ആംഗിൾ ഇൻസിഡന്റ് റേയും ഇതെന്താണ്? നോർമൽ ആണ്. ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി നോർമലും റിഫ്ലക്റ്റഡ് റേയും അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ഈ ഇൻസിഡന്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദി റിഫ്ലക്റ്റഡ് ആംഗിൾ, I is equal to R. ഇതാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ഓഫ് റിഫ്ലക്ഷന്റെ മെയിൻ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പോയിന്റ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് അപ്പം ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ആ ഇൻസിഡന്റ് റേ ഏതാണ്ട് ഒരു മീഡിയം പാസ് ചെയ്യാൻ പോവാം. സോ വെൻ ഇറ്റ് കംസ് ടു റിഫ്രാക്ഷൻ ഓർക്കേണ്ട പോയിന്റ് 2 മീഡിയം ആയിരിക്കും, ഒന്നെങ്കിൽ ഒരു റേറർ അല്ലെങ്കിൽ ഡെൻസർ. ഫോർ എക്സാമ്പിൾ ഞാൻ മേളത്തെ മീഡിയം ഒരു റേറർ മീഡിയം ആയിട്ട് എടുത്തു, താഴത്തേത് ടെൻസർ മീഡിയം. സോ റിഫ്രാക്ഷൻ എപ്പോഴും 2 മീഡിയമുകൾ കാണും. റിഫ്ലക്ഷനോ ഓർമ്മയുണ്ടോ? ഇല്ല, ഒരു മീഡിയം മാത്രമേ റിഫ്ലക്ഷന്റെ കേസിലുള്ളൂ. ബട്ട് വെൻ കംസ് ടു റിഫ്രാക്ഷനിലേക്ക് എത്തുമ്പോൾ 2 മീഡിയം ആയിരിക്കും, ഒന്നുകിൽ റേറിൽ നിന്നും ഡെൻസറിലേക്ക് അല്ലെങ്കിൽ ഡെൻസറിൽ നിന്നും റേറിലേക്കായിരിക്കും ലൈറ്റുകൾ പോകുന്നത്. ക്ലിയർ ആണോ? സോ ഇവിടെ ഞാൻ ജസ്റ്റ് റേറിൽ നിന്ന് ഡെൻസർ, റേറിൽ നിന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എയർ എടുത്തോ, ഡെൻസർ ഗ്ലാസ്, അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടോ എയറിൽ നിന്ന് വാട്ടറിലോട്ടോ പോകുന്നതാണെന്ന് അസ്യൂം ചെയ്താൽ മതി. സോ അപ്പോൾ എങ്ങനെയായിരിക്കും റിഫ്രാക്ഷൻ നടക്കുന്നത്? സോ അഗെയിൻ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, നമ്മുടെ ഇൻസിഡന്റ് റേയും നോർമലിക്ക് ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ഇൻസിഡന്റ് ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആയിരിക്കും. ഇനി നോർമലിലും റിഫ്രാക്റ്റഡ് റേയുടെയും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലോ ആണ് സൈൻ I ബൈ സൈൻ R. സൈൻ I ബൈ സൈൻ R എന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? V1 ബൈ V2, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു N2 ബൈ N1. സോ V1 എന്താണ്? അതായത് ഒന്നാമത്തെ മീഡിയത്തിൽ ഇതാണ് ഫസ്റ്റ് മീഡിയം, ഇതാണ് സെക്കൻഡ് മീഡിയം എന്ന് വെച്ചോ. എങ്കിൽ ഒന്നാമത്തെ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ആണ് V1, രണ്ടാമത്തെ മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ആണ് V2. ആൻഡ് സൈൻ I ബൈ സൈൻ R വിൽ ബി ഈക്വൽ ടു V1 ബൈ V2, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന്റെ കോൺസെപ്റ്റ് വേണമെങ്കിൽ സൈൻ I ബൈ സൈൻ R is equal to N2 by N1 എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ടും ലോ ഓഫ് റിഫ്രാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സ്നെൽസ് ലോ എന്താണ് എന്നുള്ളത്? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഈ 2 ലോകളും, ലോ ഓഫ് റിഫ്ലക്ഷനിലെ I is equal to R, സ്നെൽസ് ലോയും, ഇത് രണ്ടും ആര് ഫോളോ ചെയ്തിരിക്കണം? നമ്മുടെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരിക്കണം. അതിന്റെ പ്രൂഫാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പ്രൂഫ് നമുക്ക് നോക്കാം. ഹൈജീൻ പ്രിൻസിപ്പിള് ലോ ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ള പ്രൂഫാണ്. സ്റ്റാർട്ട് ചെയ്താലോ? സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സെപ്പറേഷൻ കൺസിഡർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴോട്ട് എന്തെങ്കിലും എടുത്തോ, ഒരു പ്ലെയിൻ മിററോ എന്തെങ്കിലും ആവാം. ഓക്കെ, സോ ഇവിടെ എനിക്കൊരു പ്ലെയിൻ മിറർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്ലെയിൻ മിററിലേക്ക് നമ്മുടെ ലൈറ്റ് റേസ് കടന്നു വരികയാണ്. സോ ഇങ്ങനെയല്ലേ വേവ് നേച്ചറിലല്ലേ ലൈറ്റുകൾ വരുന്നത്? സോ ഇങ്ങനെ ഒത്തിരി ലൈറ്റ് റേസ് ഇങ്ങനെ
ഇങ്ങനെ കടന്നു വരികയാണ്. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് ലൈറ്റ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇൻസിഡന്റ് ലൈറ്റുകൾ ഇങ്ങനെ വരുന്നു, എനിക്ക് അതിന്റെ കോമൺ പോയിന്റുകൾ കണക്ട് ചെയ്തൊരു വേവ് ഫ്രണ്ട് വരച്ചൂടെ? സോ ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ വരയ്ക്കുന്ന വേവ് ഫ്രണ്ടിന്റെ പേരാണ് പ്രൈമറി അല്ലെങ്കിൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറയും. സോ ഇൻസിഡന്റ് ലൈറ്റ് വേവ്സിന്റെ കോമൺ പോയിന്റുകൾ കണക്ട് ചെയ്ത് ഞാൻ വരയ്ക്കുന്ന വേവ് ഫ്രണ്ടിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? എനിക്ക് വിളിക്കാം ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. സോ ദിസ് ഈസ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? അപ്പം എന്താണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഈ ലൈറ്റ് വേവ്സ് എല്ലാം തന്നെയും ഇവിടെ തട്ടി, പ്ലെയിൻ മിററിൽ തട്ടി റിഫ്ലക്റ്റഡ് ആകത്തില്ലേ കുഞ്ഞുങ്ങളെ? അതേ ആകും സർ, റിഫ്ലക്റ്റഡ് ആകും. സോ ഈ വേവ് ഫ്രണ്ട് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ വേവ്സ് എല്ലാം തന്നെയും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ആയി പോകും. ഇനിയും റിഫ്ലക്ട് ചെയ്ത ആ വേവ്സിന്റെയും ഒരു കോമൺ പോയിന്റുകൾ എടുത്താൽ എനിക്ക് വീണ്ടും ഒരു വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തൂടെ? വേണ്ടേ? അതിന്റെ കോമൺ പോയിന്റുകൾ ഞാൻ എടുത്തു, അതും ജോയിൻ ചെയ്തു, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് മറ്റൊരു വേവ് ഫ്രണ്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഇതിനെ ഞാൻ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ന് പറയാം. സോ ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ പ്രൂഫിന് വേണ്ടി, അല്ലെ നമുക്ക് പഠിക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലൈറ്റുകളെ എല്ലാം അല്ലെങ്കിൽ ഈ റേസിനെ എല്ലാം വേവ് ആയിട്ടല്ല, ജസ്റ്റ് സ്ട്രേറ്റ് ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഫോർ ദി കൺവീനിയൻസ് ഓഫ് പ്രൂവിങ് ദാറ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഈ പിക്ചർ മൊത്തം ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്, നോക്കിയോളൂ. സോ അങ്ങനെയെങ്കിൽ ദാണ്ടെ നേരത്തെ കണ്ട അതേ വേവ്സ് ഞാൻ ജസ്റ്റ് സ്ട്രേറ്റ് ലൈനിൽ റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഈ റെഡ് വര? അത് ആദ്യത്തെ വേവ് ഫ്രണ്ട്, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഈ വരയോ, ഈ BC എന്ന വരയോ, അത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഈ ഗ്രീൻ ലൈനിൽ, ഡോട്ടഡ് ലൈനിൽ ഞാൻ ജസ്റ്റ് നോർമലും റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? നമ്മൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഹൈജീൻ പ്രിൻസിപ്പിളിലൂടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയെങ്കിൽ ഞാൻ പേര് കൊടുത്തു. നമുക്കിവിടെ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ ട്രയാങ്കിൾ ആണ് AOC, രണ്ടാമത്തെ BOC. സോ ഇൻസിഡന്റ് റേ ഇങ്ങനെ വരുന്നു, അതിവിടെ നോർമലുമായിട്ട് ആംഗിൾ ഉണ്ടാക്കും, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ശരിയല്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യും? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ഒരു റേ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി നമ്മൾ ഈ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഈ ഐയും ഈ ആറിനെയും മാത്രം മതി. ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ER ആൻഡ് EI, ഇവരെ നമുക്ക് വേണ്ട. സോ ആരെയൊക്കെ മതി? നമുക്ക് ഈ ഒരു പ്രൂഫിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ ഐയും ഈ R, ഇത് രണ്ടും പേരെയും മാത്രം നമുക്ക് മതി. ഓക്കെ ആണല്ലോ? സോ ഇവിടെ ഞാൻ ഒരു ഐ കൊണ്ട്, ഇവിടെ ഒരു R കൊണ്ട് നമ്മൾ ഇനി പ്രൂഫിലേക്ക് കിടക്കാൻ പോവാണ്. സോ അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഐയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വേണ്ട, ഇത് അതായത് ഈ യെല്ലോ ആൻഡ് ഈ റെഡ് ഇവിടെ ഫോം ചെയ്യുന്നത് എത്ര? 90 ഡിഗ്രി അല്ലേ? സോ ഇത് ഐ ആണ്, ടോട്ടൽ 90 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന ഇത്രയും പോർഷൻ എന്താണ്? അത് 90 മൈനസ് ഐ ആയിരിക്കും. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? ആലോചിച്ച് നോക്കി, ഇത് ഫുള്ള് 90, ഇത്രയും ഐ. അങ്ങനെയെങ്കിൽ ബാക്കി പോർഷൻ ഇറ്റ് വിൽ ബി 90 മൈനസ് ഐ. കറക്റ്റ് ആണോ? അതെ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ നോർമലും ഈ ഒരു ബ്ലൂ ലൈനും അത് രണ്ടും ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി. അത് ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര? അവിടെയും ഫോം ചെയ്യുന്ന ആംഗിൾ നൺ അതർ ദാൻ ഇറ്റ്സ് another 90 ഡിഗ്രിയാണ്. സോ നമുക്ക് ഈ ആംഗിൾ കിട്ടി, ദാറ്റ് ഇസ് 90 മൈനസ് ഐ. സോ ടോട്ടൽ 90, ഈ ആംഗിൾ 90 മൈനസ് ഐ. അങ്ങനെയെങ്കിൽ ദാണ്ട് ഇത്രയും ആംഗിൾ, എത്രയാണ് ആംഗിൾ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം വേറൊരു കളർ വെച്ച്. ഈ ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എത്ര എന്ന് നമുക്ക് കിട്ടും? സോ ടോട്ടൽ 90 ആയിരുന്നു. ഓക്കെ, അത് മൈനസ് 90 മൈനസ് ഐ. സോ മൈനസ് പോകുമ്പം 90 മൈനസ് 90 പ്ലസ് ഐ, നമുക്ക് എന്തെന്ന് കിട്ടും? ഐ എന്ന് കിട്ടും. സോ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ എത്രയാണ്? ഐ ആണ്. ഇതേ പരിപാടി നമുക്ക് ഇവിടെ ചെയ്തൂടെ? ഇത് R. സോ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 90 മൈനസ് R. സോ ഇത്രയും 90 ആണ്. സോ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്ര എന്ന് വരും? R എന്ന് കിട്ടും. സോ ഇത് വന്നിട്ട് R, ഇത് വന്നിട്ട് ഐ. ക്ലിയർ ആവുന്നുണ്ടോ? സോ നമുക്ക് ഈ ഐ ഈസ് ഈക്വൽ ടു ഈ ആർ എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എങ്കിലല്ലേ നമുക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ, അതും ഐ ഈസ് ഈക്വൽ ടു ആരാ പറയുന്നത്, എങ്കിലല്ലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ. സോ എങ്ങനെ ഈ ഐ ഈ ആറിന്, ഈ ഗ്രീൻ ഐ ഗ്രീൻ ആറിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ BOC. ഈ രണ്ട് ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുന്നത്. എന്തിനാ കൺസിഡർ ചെയ്യുന്നത്? കാരണം ഈ രണ്ട് ട്രയാങ്കിൾ മനസ്സിലായോ? AOC BOC, ഇതിന്റെ രണ്ട് കോമൺ ആംഗിൾ, ഒരേപോലത്തെ രണ്ട് ആംഗിൾ അല്ലേ ഐയും മാറും. സോ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. എന്താ പറഞ്ഞത്? കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതിനകത്തുള്ള ആംഗിളുകളായ ഐയും ആറും ഈക്വൽ ആണ്. എന്താ കുഞ്ഞുങ്ങളെ കോൺഗ്രുവൻ്റ്? കോൺഗ്രുവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ നീളവും അതിനുള്ളിലെ ആംഗിൾസും എല്ലാം ഒരുപോലുള്ള രണ്ട് ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ നമുക്ക് എന്തെന്ന് പറയാം? കോൺഗ്രുവൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ദാണ്ട് ഈ രണ്ട് ബുക്സ് നോക്കിയേ. ഈ ബുക്സും അതുപോലെ കാണുന്നുണ്ടോ? അതുപോലെ ഈ ബുക്കും രണ്ടും ഞാൻ ചേർത്ത് വെക്കാൻ പോവാം.
കണ്ടോ, ഇതിന്റെ ബാക്കിൽ ഇങ്ങനൊരു ബുക്ക് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? ആൻഡ് വൈ? എന്തുകൊണ്ട്? കാരണം ഈ രണ്ടെണ്ണം കോൺഗ്രുവൻ്റ് ആണ്. ഇതിലെ ഫോം ചെയ്ത ആംഗിൾസ്, ഇതിന്റെ നീളം എല്ലാം എന്താണ്? ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആംഗിൾ ഈ ആംഗിളിന് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? 90-90. സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടുത്തെ കേസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഇനി എങ്ങനെ പ്രൂവ് ചെയ്യാം കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ? 3 ക്രൈറ്റീരിയ. ഒന്ന്, അതിന് എന്തെങ്കിലും ഒരു കോമൺ സൈഡ് വേണം. കോമൺ സൈഡ് ഉണ്ടോ? ഉണ്ട്, OC. സോ OC ഈസ് ഈക്വൽ ടു OC. അതെന്താണ്? കോമൺ സൈഡ് ആണ്. ഇറ്റ്സ് എ കോമൺ സൈഡ്. വേറെന്താ ക്രൈറ്റീരിയ? വേറെ ഏതെങ്കിലും രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കണം. നോക്കിയേ, ഇവിടെ ആംഗിൾ OAC എത്ര? അത് 90 ഡിഗ്രിയാ. സോ ആംഗിൾ OAC എന്ന് പറയുന്നത് 90 ആണ്. അതേപോലെ ആംഗിൾ CBO ഇത് രണ്ടും എന്താണ്? 90 ഡിഗ്രി ഈച്ച്. രണ്ടും 90 ഡിഗ്രി ആണ്. സോ രണ്ട് ക്രൈറ്റീരിയ ഫോളോ ചെയ്തു. ഒന്ന്, കോമൺ സൈഡ് വേണം. രണ്ട്, കോമൺ ആംഗിൾസ് വേണം. ഇനി ഒരു ക്രൈറ്റീരിയയും കൂടി വേണം, ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ. എന്താ ക്രൈറ്റീരിയ? മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് രണ്ട് സൈഡുകൾ, ഏതെങ്കിലും രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കണം. സോ 3 കണ്ടീഷൻസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ. ഒന്ന് എന്താണ്? ഒരു കോമൺ സൈഡ് വേണം. ഓക്കെ, കോമൺ സൈഡ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. രണ്ടെന്താണ്? കോമൺ ആംഗിളുകൾ വേണം. 90-90 കോമൺ ആംഗിളുകളും ഉണ്ട്. ഇനി കോമൺ സൈഡ് വേണം എന്ന് കൂടി നമുക്കൊന്ന് പ്രൂവ് ചെയ്താൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് I ഈസ് ഈക്വൽ ടു R എന്ന് പറയാം. എന്താ ഈസ് ഈക്വൽ ടു R? ലോ ഓഫ് റിഫ്ലക്ഷൻ ഹൈജീൻസ് സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഒബ്ജക്റ്റീവ് എന്താ? ഏതെങ്കിലും രണ്ട് വശങ്ങൾ ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? സോ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഈ OA എന്ന് പറയുന്നത് എന്താ? അതൊരു വേവ് ഫ്രണ്ടാണ്. ഓക്കെ, സോ BC എന്താണ്? അത് മറ്റൊരു വേവ് ഫ്രണ്ടുമാണ്. ഒരു പ്രധാന കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ, ഒരു ലൈറ്റ് ഒരു വേവ് ഫ്രണ്ടിൽ നിന്നും മറ്റൊരു വേവ് ഫ്രണ്ടിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ദിസ് കേസ്, ഇവിടെ നിന്നും ഒരു ലൈറ്റ്, ഇതൊരു വേവ് ഫ്രണ്ട് അല്ലേ? ഈ ലൈറ്റ്, അതായത് OB എന്ന ലൈറ്റ് ഈ വേവ് ഫ്രണ്ടിൽ നിന്നും നേരെ കറങ്ങി മറ്റൊരു വേവ് ഫ്രണ്ടിലാണ് പോയി തീരുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു ലൈറ്റ്, ഈ ഒരു OB എന്ന ലൈറ്റ് ഈ ഒരു വേവ് ഫ്രണ്ടിൽ നിന്നും നേരെ പോയി മറ്റൊരു വേവ് ഫ്രണ്ടിലേക്കാണ് പോയേ. അതിനെടുക്കുന്ന ടൈം ഞാൻ T എന്ന് വിളിച്ചു. ആ ടൈം എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു ലൈറ്റ്, അതായത് ഈ BAC എന്ന ലൈറ്റ് നോക്കിയേ. AC എന്ന് വെച്ചാൽ ഈ ഒരു വേവ് ഫ്രണ്ടിൽ നിന്നും അത് നേരെ അടുത്ത വേവ് ഫ്രണ്ടിലേക്കാണ് പോയത്. സോ ആ ടൈമും ഈക്വൽ ആയിരിക്കും. ദിസ് ഇസ് ഓൾസോ എ T, ദിസ് ഇസ് ഓൾസോ എ T. ഓക്കെ, നമ്മൾ ഇനി പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ്, ഇവ യാത്ര ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. അതായത് ഈ രണ്ട് ലൈറ്റുകൾ ഏതൊക്കെയാ? OBയും അതുപോലെ ACയും. OBയും ACയും. ഇതിന്റെ കാര്യം നമ്മൾ പറയുന്നത്, ഇത് രണ്ടും T ടൈം കൊണ്ട് അപ്പുറം കടന്നു. ഓക്കെ, ഇനി ഇതിനെടുക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എത്രയാണെന്ന് കാണാം. നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ബൈ ടൈം, അല്ലെ സോറി, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് വേവിന്റെ പെർസ്പെക്റ്റീവില് ഞാൻ അതിനെ വെലോസിറ്റി V എന്ന് വിളിച്ചു. സോ V ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ്, ഇവിടുത്തെ കേസിലെ ഡിസ്റ്റൻസ് എത്ര? ഒന്നാമത്തെ കേസ് ഞാൻ OB എടുത്തു. സോ ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് OB. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, OB ആണ് എങ്കിൽ ബൈ ടൈം എത്ര? T അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ OBയുടെ ദൂരം എത്രയാണ്? OB ഈസ് ഈക്വൽ ടു V ഇൻറ്റു T. ഇതേപോലെ നമുക്ക് അടുത്ത ആള്, അതാരാ? OB കൺസിഡർ ചെയ്തു. ഇനി ACയും കൺസിഡർ ചെയ്തൂടെ? AC ഞാൻ വേറൊരു കളറിൽ ഇങ്ങോട്ടേക്ക് ഒന്ന് കാണിക്കുകയാണ്. സോ AC സെയിം പരിപാടിയാണ്. AC ചെയ്യുമ്പോഴും എന്ത് കിട്ടും? V ഇൻറ്റു T കിട്ടും. V ഇസ് ഈക്വൽ ടു AC ബൈ T. AC എന്ന് വെച്ചാൽ എന്താ? V ഇൻറ്റു T ആണ്. സോ ACയും എന്തെന്ന് കിട്ടി? V ഇൻറ്റു T എന്ന് കിട്ടി. സോ അപ്പം ഇതും ഈ ഒരു ദൂരവും എന്താണ്? VT. ഈ ഒരു ദൂരവും എന്താണ്? VT. രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണ്, ഒരേ ദൂരമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് കിട്ടി. മൂന്നാമത്തെ കണ്ടീഷനും ഫുൾഫിൽഡ് ആയി. സോ ഇതും നീളം VT ആണ്. OBയുടെ നീളവും VT, ACയുടെ നീളവും VT. രണ്ടും VT, സെയിം ലെന്ത് ആണ്. സോ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ സെയിം ലെന്ത് ആണ് എന്ന് പ്രൂവ് ചെയ്തു. സോ 3 കാര്യങ്ങൾ: കോമൺ സൈഡ്, കോമൺ ആംഗിൾസ് ആൻഡ് കോമൺ ആംഗിൾസ് അല്ല, ഒരേ സെയിം ഈക്വൽ ആംഗിൾസ് ആൻഡ് ഈക്വൽ ലെന്ത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച കാര്യം കൂടി ഇങ്ങോട്ട് എഴുതാം. സോ നമുക്ക് കിട്ടിയതാണ് ഏതായിരുന്നു കിട്ടിയേ? OB എന്നത് എന്തിന് ഈക്വൽ ആണ്? ACക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ആ ഒരു കോൺസെപ്റ്റ്. ഒരു ലൈറ്റ് ഒരു വേവ് ഫ്രണ്ടിൽ നിന്ന് മറ്റൊരു വേവ് ഫ്രണ്ടിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എന്ത്? രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ഏതൊക്കെ ട്രയാങ്കിൾ AOC എന്നത് ഇറ്റ്സ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BOC എന്ന് പറയാം. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം വിതൗട്ട് എനി ഡൗട്ട് I ഈസ് ഈക്വൽ ടു R. അതെന്താണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്.
കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യും എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒട്ടും സമയം കളയാണ്ട് രണ്ടാമത്തെ കേസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് കൂടി നോക്കാലോ. സോ ഇവിടെ നമ്മൾ ലോ ഓഫ് റിഫ്രാക്ഷൻ വെച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ എഗെയിൻ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഓബിയസ്ലി രണ്ട് മീഡിയം കാണണം. ഞാനിവിടെ റെയറർ ടു ഡെൻസർ മീഡിയം ആണ് എടുത്തത്. എങ്ങനെ കുഞ്ഞുങ്ങളെ ചുമ്മാ ചോദിക്കുക, എങ്ങനെ ഇത് റെയറർ ആണ് ഇത് ഡെൻസർ ആണെന്ന് പറയാൻ പറ്റുക? ഒറ്റയടിക്ക് റേസ് നോക്കുമ്പോൾ അറിയാം. ഇഫ് ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ഇസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമലിലേക്കാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അത് റെയറിൽ നിന്നും ഡെൻസറിലേക്കായിരിക്കും പോകുന്നത്. തിരിച്ചാണെങ്കിൽ ഇറ്റ് വുഡ് ബി എവേ ഫ്രം ദി നോർമൽ. അതായത് ഡെൻസറിൽ നിന്നും റെയറിലേക്കാണ് ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്യുന്നതെങ്കിൽ നോർമലിൽ നിന്നും അതെന്ത് ചെയ്യും? ദൂരേക്കായിരിക്കും റിഫ്രാക്റ്റഡ് റേ, എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. ഈ കേസിൽ എന്താ, എവേ ആണോ? അല്ല, towards the normal. So without a doubt it's from rarer to denser. Okay, rarer ഈ മീഡിയത്തിലെ വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി ഞാൻ v1 എന്ന് വിളിച്ചു, ഇവിടുത്തെ ലൈറ്റിന്റെ വെലോസിറ്റി ഞാൻ v2 എന്ന് വിളിച്ചു. ക്ലിയർ ആണല്ലോ? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ കേസ് എടുത്ത ഇത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ അതിന്റെ വേവ് ഫ്രണ്ട്സ് നേരത്തെ ചെയ്ത പോലെ തന്നെ വേവ് ഫ്രണ്ട്സ് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ വേവ് ഫ്രണ്ട്, വിച്ച് ഇസ് ദി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇതായിരിക്കും നമ്മുടെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ക്ലിയർ ആണോ? സോ OB is the incident wave front and CB is the refracted wave front. ക്ലിയർ? സോ അങ്ങനെയെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റിഫ്രാക്ഷൻ രണ്ട് ആംഗിളും ഉണ്ട്. നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഞാൻ കളയാൻ പോവാം. അതായത് ഈ ഐയും ഈ ആറിനെ മാത്രം മതി. ഇവിടുത്തെ ആളിനെ നമുക്ക് വേണ്ട, ഇവിടുത്തെ ആളിനെ നമുക്ക് വേണ്ട. ഓക്കെ, അവരൊഴിച്ച് ഇവിടുത്തെ നമ്മൾ പേരെന്തായിരുന്നു ഇട്ടെ? സി എന്നല്ല ഇട്ടെ. സോ ഈ ഐയും ഈ ആറും മാത്രം മതി. ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടി നമ്മൾ ചെയ്യുക. ഇത് മൊത്തം എത്ര? ഇത് മൊത്തം 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഇത് ഐ ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ. ഇനി ഇത് മൊത്തം എത്ര? ഇത് മൊത്തം 90 ഡിഗ്രി. സോ ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ബാക്കി വരുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും? അത് ഐ ആയിരിക്കും. ശരിയല്ലേ? സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് അത് മാത്രം പോയിന്റ് ചെയ്യാണ്. അതേ പരിപാടി ഇവിടെ നമുക്ക് ചെയ്തുകൂടെ? ഇത് ആറാണ്, ടോട്ടൽ 90 ആണ്. സോ ദിസ് വുഡ് ബി 90 മൈനസ് ആർ. എങ്കിൽ ഇത് എത്ര ആണ്? ഇത് ടോട്ടൽ 90 ആണ്. ഇത് 90 മൈനസ് ആർ ആണെങ്കിൽ ഇത് വന്നിട്ട് 6 ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ ഡയഗ്രാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വരയ്ക്കുകയാണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സ്നെൽസ് ലോ, സൈൻ ഐ ബൈ സൈൻ ആർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അങ്ങനെയെങ്കിൽ സൈൻ ഐ കണ്ടുപിടിക്കാം. സോ സൈൻ ഐ വുഡ് ബി ഈക്വൽ ടു, സൈൻ ഐ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എ ബി അല്ലേ? സോ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? അത് OB ആണ്. സോ AB ബൈ OB, അത് സൈൻ ഐ. നമുക്കിനിയും സൈൻ ആറും കൂടി കണ്ടുപിടിക്കാം. സോ സൈൻ ആർ എത്രയാണ്? സൈൻ ആർ വുഡ് ബി, ആർ ഇതാണ്. സൈൻ അഗെയിൻ ഓപ്പോസിറ്റ് OC ആണ്. സോ OC ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? അഗെയിൻ ഇറ്റ്സ് OB. ശരിയാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടുപിടിക്കണ്ടേ? സൈൻ ഐ ബൈ സൈൻ ആർ. സോ ഞാൻ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? I by R. സൈൻ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടും സൈൻ ഐ ബൈ സൈൻ ആർ is equal to AB by OB by OC by OB. ആ ബൈ ഞാൻ തിരിച്ചെഴുതാൻ പോവാ. സോ തിരിച്ചു വരുമ്പം OB by OC എന്ന് വരും. ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അങ്ങനെയെങ്കിൽ ആരെങ്കിലും ക്യാൻസൽ ഔട്ട് ആവോ? OB രണ്ട് വെട്ടിപ്പോകും. ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. സൈൻ ഐ ബൈ സൈൻ ആർ is equal to AB by OC എന്ന് കിട്ടും. AB ഏതാ ലൈൻ? AB ഇതാണ് AB. OC ഏതാ ലൈൻ? ഇതുകൊണ്ട് ഇതാണ് OC. എഗെയിൻ ഈ ലൈനുകളുടെ അല്ലെങ്കിൽ ഈ ലൈൻ ട്രീസിന്റെ പ്രത്യേകത എന്താ? അത് ഒരു വേവ് ഫ്രണ്ടിൽ നിന്നും മറ്റൊരു വേവ് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ടൈം വിൽ ബി കോൺസ്റ്റന്റ്. സോ ഇവിടെ നിന്നും OC വരാൻ വേണ്ടി എടുക്കുന്ന ടൈം, Oയിൽ നിന്നും C എന്ന പോയിന്റിലേക്ക് വരാൻ എടുക്കുന്ന ടൈമും Aയിൽ നിന്നും Bയിലേക്ക് വരാൻ എടുക്കുന്ന ടൈം രണ്ടും എന്തായിരിക്കും? ടീം ആയിരിക്കും. ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്ന് എഴുതുകയാണെ, ഇങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങളെ നോക്കിയാട്ടെ. സോ അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സോ ആദ്യം OC. സോ അഗെയിൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഞാൻ V എന്ന് എഴുതി. സോ ആദ്യത്തെ കേസിൽ V1 അല്ലേ? സോ V1 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസ് വേണമെങ്കിൽ എടുക്കാം ഇത്. സോ AB ഉണ്ടല്ലോ, ഉണ്ട്. സോ V1 ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്താണ്? AB ആണ്. ബൈ ടൈം എത്രയാണ്? T ആണ്. സോ അങ്ങനെയെങ്കിൽ AB ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? V1T എന്ന് കിട്ടും. സോ AB കിട്ടി. AB മാത്രം മതിയോ? OCയും കണ്ടുപിടിക്കണം. OCയും ഇതേപോലെ കണ്ടുപിടിക്കാം. OCയുടെ അവിടെ വെലോസിറ്റി V2 ആണ്. സോ V2 ഇസ് ഈക്വൽ ടു OC ബൈ T ടൈം.
ശരിയല്ലേ? അങ്ങനെയെങ്കിൽ OC എന്ന് പറയുന്നത് എന്താണ്? OC is equal to V2T എന്ന് കിട്ടി. AB-ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടി, OC-ക്ക് ഒരു വാല്യൂ കിട്ടി. രണ്ടും കൂടി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB-യുടെ വാല്യൂ എന്താണ്? AB V1T ആണ്. സോ V1T ബൈ OC-യുടെ വാല്യൂ V2T. ആര് ക്യാൻസൽ ആവും? ടിയും ടിയും ക്യാൻസൽ ആകും. പിന്നെ ബാക്കി എന്താ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുക? പിന്നെ ബാക്കി വരുന്നതാണ് ജസ്റ്റ് സെക്കൻഡ് ഇപ്പൊ ശരിയാക്കി തരാം. നമ്മുടെ പ്രൂഫ് ഇതാണ്ട് തീരാൻ പോവുകയാണ്. സൈൻ I by sin R will be equal to V1 by V2. എന്താ ഇവിടെ കിട്ടിയേ? And it's none other than our Snell's law. നമുക്ക് സ്നെൽസ് ലോ ആണ് കിട്ടിയത്. സ്നെൽസ് ലോ കിട്ടിയെങ്കിൽ എന്ത് പ്രൂവ് ആയെന്ന് പറയാം? ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ആയെന്ന് പറയാം. കണ്ടോ കുഞ്ഞുങ്ങളെ? ഹൈജീൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ എന്ത് പ്രൂവ് ചെയ്തു? ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്തു. കഴിഞ്ഞ സ്ലൈഡിൽ, പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ഹൈജീൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ അത് യൂസ് ചെയ്ത് ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്തു. ഇത്ര മാത്രമേ ഉള്ളൂ പ്രൂഫ് വെൻ ഇറ്റ് കംസ് ടു ഹൈജീൻ പ്രിൻസിപ്പിൾ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഹൈജീൻ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഡൗട്ട് ഒന്നും തന്നെ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ഹരി സർ കാണാം മക്കളെ. ടിൽ ദാറ്റ് ബൈ.